ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഒരു ട്രിപ്പ് വീഡിയോസാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ രാത്രി തന്നെ ശരിക്കും അടിച്ച് പൊളിച്ചു. അങ്ങനെ ഫുൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഞങ്ങൾ എത്തിയത് വേളാങ്കണ്ണിയിലോട്ടാണ്. ശരിക്കും ഞാൻ അത്യാവശ്യം അത്ര ഉറങ്ങിയില്ല, അതിൻ്റെ ക്ഷീണമാണ് ആ മുഖത്ത് കാണുന്നത്. അതുപോലെ തന്നെ വലിയവർ മാത്രം കുറച്ച് നേരം കിടന്നു, ബാക്കിയുള്ളവരൊന്നും കിടന്നില്ല. അപ്പോൾ റൂം എത്തിയതും തന്നെ ആദ്യം എല്ലാവരും ഉറങ്ങാനാണ് നോക്കിയത് കുറച്ച് നേരം. കാരണം അത്യാവശ്യം രാവിലെ തന്നെ എന്തുമാതിരി വെയിലാണ് അവിടെ. ഞങ്ങളൊരു 6:30 ആകുമ്പോഴാണ് ഈ പോണത്. ഇപ്പം തന്നെ അവിടെ അത്യാവശ്യം നല്ല വെയിൽ, ഈ കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ബീച്ചിലോട്ട് പോയിട്ട് രാവിലെ തന്നെ ബീച്ചിൽ അടിച്ച് പൊളിച്ച് കളിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ വെള്ളം കണ്ടോ വെച്ച് അങ്ങനെ ഒരു അർമാദിക്കാനുള്ള വ്യൂ തോന്നും. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഫോണൊക്കെ വെച്ചിട്ട് ഫുള്ള് കളിച്ചർമ്മതിച്ചു. അങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് വെച്ച് കഴിക്കാനായി പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട മീൻ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ മീനും ചിക്കനും ആയിരുന്നു. അപ്പോൾ എല്ലാവരും അത് വെക്കാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർ ബീച്ചിൽ പോയിട്ട് വന്നിട്ട് കളിച്ചിട്ട് അവരുടെ ക്ഷീണം ഉണ്ടാവില്ല, അപ്പോൾ അവർ കുളിക്കുക, ഫ്രഷപ്പ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുക്കുക, അത് ചെയ്യുക, ഇങ്ങനെ ഇടൂ അങ്ങനെ ഇടൂ, വെക്കാനും ഒന്നിനും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ വായ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സമാധാനമാവില്ല. സോ ഞങ്ങളത് ചെയ്തു. അപ്പോൾ ഒരു സൈഡ് ഫുഡാവുക, ഒരു സൈഡ് കറിയാവുക. അപ്പോൾ ചോറൊക്കെ ഊറ്റിയിട്ട് അതൊക്കെ സെറ്റാക്കി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. അതിന് ശേഷം മീൻ കറിക്കുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വറുക്കൽ, പൊരിക്കൽ, അവിക്കൽ, എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു സൈഡ് മാറുന്നു. ഇത് ബാൽക്കണിത്തെ മുകളിലത്തെ വ്യൂ ആണ്. അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണെന്ന് പറയാം. പിന്നെ ഫോണിൽ കുത്തിയിരിക്കുക. ഇവരൊക്കെ റൂമിൽ കുറച്ച് പേര് ഉറങ്ങുക. ആദ്യം ടയേർഡായി സത്യത്തിൽ പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും ഉറക്കം വന്നു. ഞങ്ങൾ ഫുള്ള് ഉറങ്ങി ഗൈസ്. എന്നിട്ട് ഞാൻ മുണ്ടാട് പുറത്ത് വന്നു. അതിന് ശേഷം ചിക്കൻ വെക്കലായിരുന്നു. അപ്പോൾ ചിക്കൻ ഞങ്ങൾ 2-3 പേര് ചിക്കൻ കഴിക്കുള്ളൂ, മീൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ കൊടുത്തു. ഇത് ഫിഷ് ഫ്രൈക്ക് റെഡിയാക്കി വെച്ചിരിക്കണം. ആ മസാല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ വേറെ വഴിയില്ല, ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന്. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് അവരവർക്ക് വേണ്ടുള്ള ഫുഡ് കാര്യങ്ങൾ ഇരുന്നിട്ട് കഴിക്കുകയായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നന്നായി ഉറങ്ങി ഗൈസ്. 2-3 മണിക്കൂർ. കാരണം വണ്ടിയിൽ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് എനിക്കൊന്നും വയ്യ തീരും. അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ബീച്ചിൽ രാവിലെ പോയപ്പോൾ ഫോട്ടോ എടുത്തില്ല. വൈകുന്നേരം പോയിട്ട് നിറയെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഫുള്ള് റെഡി ആകലായിരുന്നു. കണ്ണെഴുതൽ, ലിപ്സ്റ്റിക് എഴുതൽ, ഐലൈനർ എഴുതൽ, എന്തൊക്കെയൊക്കെ. അവിടെ സംഭവം കണ്ണാടി ഇല്ല, എന്നാലും ഞങ്ങളവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു കണ്ണാടി ഉണ്ട്, അതിൽ വെച്ചിട്ടും ഫോണിൽ വെച്ചിട്ടൊക്കെ കൂടി എഴുതുക. അതിനുശേഷം എല്ലാവരും സുന്ദരികളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഓൾറെഡി രാവിലെ ആരും പോയിട്ടില്ല, ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതിന് ആദ്യം എല്ലാം അങ്ങനെ ചുറ്റി കാണാണ്. രാവിലെ ഉണ്ടായിരുന്നതിനേക്കാളും തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഓരോന്ന് കാണിക്കണം. പിന്നെ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് അധികം ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല. അതായത് കുളിച്ച് വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇറങ്ങാൻ നിന്നില്ല. അതിന് ശേഷം ഞങ്ങളങ്ങനെ ഓരോ ശംഖ് കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്തു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നു ഗൈസ്. തിരിച്ച് വന്നപ്പോൾ മഞ്ജു കോണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആട്ടി കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ രമ്യ ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടു. പിന്നെ ഗോലി സോഡ മഞ്ജു പൊട്ടപ്പെടാതെ പൊട്ടിച്ചു. അത്രയും, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുമല്ലോ, അതുപോലെയാണ് മഞ്ജു ചെയ്തത്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കുടിച്ചു. കാരണം ഒന്ന് വാങ്ങിച്ചിട്ട് എല്ലാവരും കുടിച്ചാൽ കുഴപ്പമില്ല, എല്ലാം വാങ്ങിച്ചിട്ട് വെറുതെ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അത്യാവശ്യം എവിടെ നോക്കിയാലും തിരക്കാണ്. എൻ്റെ ഉണ്ണിക്ക് അതും പറയേണ്ട കടല വാങ്ങിച്ചു. പിന്നെ ചെപ്പൽസ് വാങ്ങിയില്ല, എന്നാലും വെറുതെ പോകുമ്പോൾ കാണാമല്ലോ പറഞ്ഞിട്ട് കയറി കണ്ടു. പിന്നെ വഴി നീളം കടല നിന്നുകൊണ്ട് വരികയാണ് ഞങ്ങളൊക്കെ കൂടി. അങ്ങനെ ഞങ്ങൾ റൂമെത്തി. എന്നിട്ട് എല്ലാവരും റെഡിയാണ്, പള്ളിയിലേക്ക് പോകണം. വന്ന കാര്യം അതിനാണ്, പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യാണ്ട് വേറെയൊക്കെ ചെയ്യണം. കാരണം നല്ല തിരക്ക് ഗൈസ്, അവിടെ എല്ലാവിടെയും തിരക്ക്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ഫ്രീ ആയിട്ട് വരാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫ്രീ ആവാനൊന്നുമില്ല. പള്ളി അടച്ചിട്ടുണ്ടായിരുന്നു അവിടെ തേരെടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അവിടെ അത് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്തടുത്ത ഓരോ പള്ളി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടേക്കൊക്കെ പോയി ഞങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവിടെയും പോയിട്ട് പ്രാർത്ഥിച്ച് ഫുള്ള് ചുറ്റിക്കണ്ടു. കാരണം രാവിലെ വന്ന മൂലം ഞങ്ങൾ ഫുള്ള് കടത്തോടെ. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവിടെയും പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ മണ്ണിൽ അവിടെ പ്രാർത്ഥന ചെയ്തു. സത്യത്തിൽ പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയോ കിട്ടിയ അവസ്ഥയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിയുമ്പോൾ. പക്ഷേ
അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷവും തൃപ്തിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ വന്നു. പിന്നെ അവിടുത്തെ പ്രസാദങ്ങൾ കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മളതിന് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് ചീട്ട് കാര്യങ്ങൾ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ അവരൊക്കെ വാങ്ങാൻ പോയി. ഒരു സൈഡ് ഞാനും അനിയത്തിയും കൂടി മുണ്ടാടെ നിന്നു. അങ്ങനെ എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് തീരെ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ മുണ്ടാടെ എല്ലാവരും കൂടി നിന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴും ഒരുപാട് പേര് ഇതുപോലെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും എന്തെങ്കിലും പ്രാർത്ഥനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ അത്യാവശ്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഞങ്ങൾ ഐസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാനും വൈത്തിൻ്റെ അത്യാവശ്യം മുട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടെത്തി. പോകുമ്പോൾ നമുക്ക് തൊഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ശേഷം ഞങ്ങളവിടെ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് കീ ചെയിൻസ് വാങ്ങിച്ചു. പിന്നെ ചെപ്പലെടുക്കാൻ പോയി. അപ്പോൾ ഇവർ രണ്ടുപേര് ചെപ്പൽ വാങ്ങിച്ചു. വൈദ്യതിട്ട് നോക്കിയവൾക്ക് ഇഷ്ടമായി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ രമ്യ ഒരു ബാഗ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബാൻഡുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് എത്തി ഗൈസ്. അതിനുശേഷം റൂമിൽ കുറച്ച് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കളിയായിരുന്നു. ഇഷ്ടപ്പെട്ട പാട്ട് 2-3 പാട്ടേ വെച്ചുള്ളൂ, പക്ഷെ അത്യാവശ്യം അടിപൊളിയായിട്ട് കളിച്ച് തകർത്തു എന്ന് തന്നെ പറയാം. അത്രയും അർമ്മതിക്കാനുള്ള സമയങ്ങൾ ഫുള്ള് ഞങ്ങൾ പാഴാക്കാണ്ട് ആവശ്യത്തോളം അനാവശ്യത്തോളമൊക്കെ ഞങ്ങൾ കളിച്ചു. എല്ലാവരുടെ കയ്യും കാലം പൊട്ടിയിരിക്കും, എന്നാലും അതൊന്നും ആരും ഒന്നും ആക്കിയില്ല. അതിന് ശേഷം ഞങ്ങൾ ഫുള്ള് ഒരു 10-15 മിനിറ്റോളം 2-3 സോങ് ഇട്ടിട്ട് ഫുള്ള് വൈബ് ചെയ്യായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.